ഹായ്, ഇത് നിങ്ങളുടെ ബൈജു ആണ്. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീരീസ് വേറൊന്നുമല്ല, ഓർഡർ ഫ്ലോയെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സീരീസാണ് ചെയ്യുന്നത്. അതിൽ പാർട്ട് 1 ഇപ്പോൾ നോക്കുന്നത്. ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓർഡർ ഫ്ലോ എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ഓർഡർ ഫ്ലോ എന്നുള്ള കോൺസെപ്റ്റ് ശരിക്കും ഒരു കൺഫർമേഷൻ കോൺസെപ്റ്റാണ്. ഈ കൺഫർമേഷൻ കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അനാലിസിസിൻ്റെ കൂടെയോ എന്താണോ നിങ്ങളുടെ കയ്യിൽ എക്സിസ്റ്റൻസ് ആയിട്ട് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ ധൈര്യമായിട്ടൊരു കൺഫേം ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഓർഡർ ഫ്ലോയ്ക്കകത്ത് നമ്മൾ നോക്കുന്ന ടൈമിൽ ഓർഡേഴ്സിനെ അനാലിസിസ് ചെയ്തിട്ട് ഒരു ഡയറക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത് സർട്ടൈൻ ടൈംസിൽ നമുക്ക് സാധിക്കുന്നതാണ്. മോസ്റ്റ് പ്രോബബിലിറ്റി ഒരു ഓർഡർ ഫ്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കൺഫർമേഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു കൺഫർമേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എസ് എം സി നിങ്ങൾക്കൊരു ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇപ്പോൾ മാർക്കറ്റ് പ്രൊഫൈലോ ഓർഡർ ഫ്ലോയോ മാർക്കറ്റ് പ്രൊഫൈലോ വോളിയം പ്രൊഫൈലോ നിങ്ങൾ അനാലിസിസ് ഒരു ഏരിയ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ഏരിയയിൽ ബയ്യർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സെല്ലർ വന്നിട്ടുണ്ടോ എന്നുള്ള റൈറ്റ് കൺഫർമേഷൻ നിങ്ങൾ എടുക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പിൻബാറോ അല്ലെങ്കിൽ നമുക്കൊരു എൻഗൾഫോ ഇങ്ങനത്തെ ഒരു പാറ്റേൺസിലാണ് നമ്മൾ കൺഫർമേഷൻ എടുക്കുന്നത്. ഇത് പലപ്പോഴും നമുക്ക് ഫെയിൽ ആവാറുണ്ട്. ബട്ട് ഒരു ഓർഡർ ഫ്ലോയുടെ ശരിക്കും രീതിയിൽ റൈറ്റ് വേയിൽ നിങ്ങൾ ഓർഡർ ഫ്ലോ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഓർഡർ ഫ്ലോ കൺഫർമേഷനിൽ നിങ്ങളുടെ ട്രേഡിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു.